ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തികൾ സംസാരിക്കുന്നു. എന്നാൽ ഈ പ്രസ്താവന എല്ലായ്പ്പോഴും ശരിയല്ല. കാരണം തിരുവചനം പറയുന്നു, നാവ് ഒരു തീയാണ്. ചിലപ്പോൾ നാം ദേഷ്യത്തിലോ നിരാശയിലോ സംസാരിക്കുന്ന അശ്രദ്ധമായ വാക്കുകൾ പരിഹരിക്കാനാകാത്ത നാശം വിതച്ചേക്കാം. ഒരു കാടിനെ മുഴുവൻ കത്തിക്കാൻ കഴിയുന്ന ഒരു തീപ്പൊരി പോലെ വാക്കുകൾ അവിശ്വസനീയമാം വിധം വിനാശകരമായിരിക്കും. എന്നിരുന്നാലും നന്മയുടെ കാര്യമെടുത്താൽ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇതുകൊണ്ടാണ്. പ്രവൃത്തി അതിപ്രധാനപ്പെട്ട ഒരു കാര്യമായതിനാലാണ് യേശു കർത്താവും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അവരുടെ ബലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യഥാർത്ഥ വിശ്വാസം നല്ല ഫലം കൊടുക്കുന്നു എന്ന് വച്ചാൽ അവരിൽ നല്ല പ്രവൃത്തികൾ കണ്ടിരിക്കും. നമ്മളെല്ലാവരും കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലാതെ പ്രവൃത്തികളാലല്ല. എങ്കിലും കൃപയാൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവരും നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് അർത്ഥവും ജീവനും ഉണ്ടാകുന്നത് പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ്. പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ സംസാരിക്കുവാൻ തുനിയരുത്. വാക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, Good works are the seals and proofs of faith. For even as a letter must have a seal to strengthen the same, even so faith must have good works. നല്ല പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെ മുദ്രകളും തെളിവുകളുമാണ്. എന്തെന്നാൽ ഒരു എഴുത്തിനെ ശക്തിപ്പെടുത്താൻ ഒരു മുദ്ര ഉണ്ടായിരിക്കുന്നത് പോലെ വിശ്വാസത്തിന് നല്ല പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. Have a blessed day.